ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ദുബായിലെ വീട്ടിലാണ് ഞാനിപ്പോൾ. നമ്മുടെ ദുബായ് സെക്കൻഡ് ഹോം. അപ്പോൾ ഇപ്പോൾ ആളനക്കൊന്നും ഇല്ലാത്തതെന്ന് വെച്ചാൽ മോൾ ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ടാണ് ഞാനിപ്പോൾ കുക്കിംഗ് ആൻഡ് ബേക്കിംഗ് എല്ലാം ചെയ്യുന്നത്. ഇന്നിപ്പോൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കേക്കെങ്കിലും ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പ്ലം കേക്ക് ഉണ്ടാക്കാം, നമ്മുടെ ക്രിസ്മസ് പ്ലം കേക്ക്. ആ പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് പ്ലം കേക്ക്സ്, എഗ്ലെസ്, എഗ്ഗ് ഉള്ളത്, പിന്നെ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഇപ്രാവശ്യത്തെ പ്ലം കേക്ക് ഫ്രം ദുബായ് നമ്മൾ ചെയ്യുന്നത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു പ്ലം കേക്ക് ആണെങ്കിൽ വേറൊരു ഫ്ലേവറിലാണ്. ദറ്റ് ഈസ് ചോക്ലേറ്റ് പ്ലം കേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സും, അതായത് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സിംഗ് പ്രോസസ്സ് ഞാനൊന്ന് കാണിച്ചു തരാം, എങ്ങനെയാണ് ഞാൻ മിക്സ് ചെയ്തത്. ഒരു 2 ദിവസം മുന്നേ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ ക്ലിംഗ് ഫിലിം കൊണ്ട് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇവിടെ കുറച്ച് ഇവിടെയെല്ലാം നാട്ടിലും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ പ്ലം കേക്ക് മിക്സായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ടിന്ന് മേടിച്ചു. കാര്യം എനിക്ക് കിട്ടിയ കാര്യങ്ങളിൽ ഓറഞ്ച് പീലൊന്നും ഇല്ലായിരുന്നു, ലെമൺ ഡ്രിൻ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് അതെല്ലാം ഉണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്ത്. അപ്പോൾ അതിൽ നിന്നും കൂടി കുറച്ച് ചേർത്തിട്ട് നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കാം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഓറഞ്ച് ജ്യൂസിലാണ് ഇത് സോക്ക് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റമ്മിലോ വിസ്കിയിലോ ബ്രാൻഡിയിലോ എന്തിൽ വേണമെങ്കിലും സോക്ക് ചെയ്ത് വയ്ക്കാം. 2 കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇത് ഞാൻ മുട്ട ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി മുട്ട ഇല്ലാണ്ടാണ് ചെയ്യുന്നതെങ്കിൽ തൈരാണ് ഏറ്റവും നല്ല സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് ഒരു 1/2 കപ്പോളം അല്ലെങ്കിൽ ഒരു 1/4 കപ്പോളം തൈര് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. എത്ര ക്വാണ്ടിറ്റി ഓഫ് എഗ്ഗിൻ്റെ ആ വെയിറ്റ് അനുസരിച്ചിട്ട് അത്രയും തൈര് കൊടുത്താൽ മതി. ഒരു 1/2-1/4 കപ്പ് ധാരാളം മതിയാകും. അത് ആ ഒരു പാർട്ടിൽ അത് മാത്രം ചേർത്താൽ. അപ്പോൾ എന്തായാലും നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സെറ്റായിരിക്കുകയാണ്, സോക്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമ്മുടെ ചോക്ലേറ്റ് പ്ലം കേക്ക് തയ്യാറാക്കും. അപ്പോൾ കിച്ചണിലേക്ക് പോകും. അപ്പോൾ നമ്മളുടെ ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ പ്ലം കേക്ക് അഥവാ ക്രിസ്മസ് കേക്ക് വിത്ത് ചോക്ലേറ്റ്. അപ്പോൾ ചോക്ലേറ്റ് ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഒരു ബൗളിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ, ഇത് റൂം ടെമ്പറേച്ചറിലെ ബട്ടറാണ് വേണ്ടത്. അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അത് നമുക്ക് വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് ആയാലും മതി ഇതുപോലെ, അല്ലെങ്കിൽ തടിത്തവി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു സ്മൂത്ത് ആക്കി എടുക്കാം, നല്ല ഇച്ചിരി പതയുന്ന രീതിയിൽ. ഇനി ഇതിലേക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗർ. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്, 1/4 മുതൽ 1 കപ്പ് വരെ ആകാം. ബ്രൗൺ ഷുഗറാണ് കൂടുതൽ നല്ലത്. ഇല്ലെങ്കിൽ ശർക്കര ചേർത്താലും മതി, അതല്ലെങ്കിൽ സാധാരണ പഞ്ചസാര പൊടിച്ചത് ചേർത്താലും മതി. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് സ്മൂത്ത് ആക്കി എടുക്കാം. ഈ സമയം കൊണ്ട് മറ്റൊരു പാത്രത്തിൽ നമുക്ക് ഒരു 1/4 കപ്പ് മൈദ എടുത്ത് വയ്ക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതല്ലെങ്കിൽ അരിപ്പയിലൂടെ അരിച്ചെടുത്താലും മതി, നിർബന്ധമില്ല, ഇങ്ങനെ ചെയ്താലും മതി. ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ഡാർക്ക് ആയിട്ടുള്ള കൊക്കോ പൗഡർ കൂടി ചേർക്കാം. ഇതൊരു ചോക്ലേറ്റ് ഫ്രൂട്ട് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ചോക്ലേറ്റ് പ്ലം കേക്ക്. അതുകൊണ്ടാണ് കൊക്കോ പൗഡർ ചേർക്കുന്നത്. ഇനി കുറച്ച് സ്പൈസ് പൗഡറാണ്. സ്പൈസ് പൗഡർ എന്ന് പറയുമ്പോൾ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. നമുക്ക് എത്രത്തോളം ആ സ്പൈസസിൻ്റെ മണം ഇഷ്ടമാണ് എന്നനുസരിച്ചിട്ട്. അതായത് പട്ട, ഗ്രാമ്പൂ, അതുപോലെ ജാതിക്ക, ഇത് 3 കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അതാണ് ഈ ഒരു പ്ലം കേക്കിന് ഒരു മണം കിട്ടുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു കൂട്ടുണ്ടല്ലോ, അതായത് ബട്ടറും ഓയിലും ഷുഗറും എല്ലാം കൂടി ചേർന്നിട്ട് അതിലേക്ക് ഒരു 3 മുട്ടയുടെ മഞ്ഞയും കൂടി യോജിപ്പിക്കാം. 3 മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിരുന്നു. അതിൽ നിന്ന് ആ മുട്ടയുടെ മഞ്ഞ മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അടിച്ച് യോജിപ്പിക്കാം. ആ വിസ്ക് വെച്ച് തന്നെയാണ് ഞാൻ അതുകൂടി ചെയ്യുന്നത്. ഹാൻഡ് വിസ്കാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തടിത്തവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു കാര്യം കൂടി സെറ്റായത് കാണിച്ചു തരാം. അതായത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു മിക്സ്. ഇത് ഏകദേശം 1/2 കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് വെക്കാന്ന് പറയുമ്പോൾ ഇത് 2 ദിവസം മുന്നേ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. സോഫ്റ്റ് ആൻഡ് നല്ല മയത്തിലായിട്ട് ഇരിക്കുവാണിത്. അത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെക്കുക.
അതെല്ലാം ആവശ്യാനുസരണം എടുത്തിട്ട് എല്ലാം കൂടി ചേർത്തൊരു 1.5 കപ്പ് മതി. അതായത് നമ്മൾക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫ്രൂട്ട്സാണോ ഇഷ്ടം അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്താൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രൂൺസ്. അപ്പോൾ പ്രൂൺസ് നല്ല ഡാർക്ക് കളറും കൊടുക്കും കേക്കിന്. കുറച്ച് പ്രൂൺസ് എടുത്തിട്ടുണ്ട്, സീഡ്ലെസ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബ്ലാക്ക് കറൻസ്, കറുത്ത ഉണക്കമുന്തിരി, പിന്നെ അതുപോലെ റേസിൻസ്, പിന്നെ ടൂട്ടി ഫ്രൂട്ടിയുടെ ഒരു മിക്സ്. ഇതെല്ലാം കൂടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഓറഞ്ച് പീലും പിന്നെ അതുപോലെ ലെമൺ റിൻ്റെ വിളയിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയാണ് ഒരു ബൗളിലേക്ക് മാറ്റാൻ പോണത്. ഡേറ്റ്സും പ്രൂൺസും ഒക്കെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് സോക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം ആൽക്കഹോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ റമ്മോ ബ്രാൻഡിയോ വിസ്കിയോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. വൈൻ ചേർത്തുണ്ടാക്കുന്നവരും ഉണ്ട്. ഇവിടെ നല്ല ഓറഞ്ചസ് കിട്ടും കേട്ടോ, നല്ല ജ്യൂസി ഓറഞ്ചസ്. അപ്പോൾ ഒരു 4 എണ്ണം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് അതിൽ നിന്നും അതിൻ്റെ ചാറെല്ലാം പിഴിഞ്ഞെടുക്കാം. നാല് ഓറഞ്ചസിൻ്റെയും ചാറ് എടുത്തിട്ടുണ്ട്. അപ്പം ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ഓറഞ്ച് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1 കപ്പോളം കിട്ടിയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി ചേർത്ത് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ച് ഓറഞ്ച് ജ്യൂസിൽ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ആ ഓറഞ്ച് ജ്യൂസിൽ ഇങ്ങനെ മുങ്ങി കിടക്കണം. അതല്ല, ഓറഞ്ച് ജ്യൂസ് അല്ല, നിങ്ങൾ ആൽക്കഹോൾ എന്തെങ്കിലുമാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഇതേ രീതിയിൽ ചെയ്താൽ മതി. ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ചേർത്ത് ടൂട്ടി ഫ്രൂട്ടിയും എല്ലാം കൂടി ചേർത്തിട്ട് ഓറഞ്ച് ജ്യൂസിൽ ഇങ്ങനെ അമർത്തി വെച്ചിരിക്കുവാണ്. ഇത് 2 ദിവസം മുന്നേ ഞാനിത് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ റെഡിയാക്കിയെടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ല കുതിർന്നിരിക്കുവാണ്. ഓറഞ്ച് ജ്യൂസൊക്കെ അതിലങ്ങ് പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിങ്ങനെ ലൂസായിട്ടിരിക്കുന്നില്ല. ഇനി ഇതിലേക്ക് 2 കാര്യങ്ങൾ, 2 അല്ല 3 കാര്യങ്ങൾ ചേർക്കാൻ പോവാണ്. അതായത് ബ്ലാക്ക്ബെറി പ്രിസർവ് ഒരു 2 ടേബിൾ സ്പൂൺ, 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം. ഓറഞ്ച് മർമലേഡും ഒരു 1-1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. പിന്നെ 1 ടേബിൾ സ്പൂൺ തേൻ അഥവാ ഹണി. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സും റെഡി. ഇതിലേക്ക് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന കൊക്കോ മൈദ മിക്സിൽ നിന്നും കുറച്ച് എടുത്തിട്ട് ഈ ഒരു കൂട്ടിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഇതിങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി കേക്ക് ബാറ്ററിൻ്റെ ഏറ്റവും താഴെ പോയി തങ്ങി നിൽക്കാണ്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ സ്പ്രെഡായി വരും. കുറച്ച് മാവും കൂടി ഇങ്ങനെ മിക്സ് ചെയ്താൽ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ആ മുട്ട, വെണ്ണ, പഞ്ചസാര എല്ലാം കൂടി ചേർന്ന് നല്ല ഫ്ലഫി ആയിട്ട് വെച്ചിരിക്കുന്ന ആ മിക്സ്ചറിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയുടെയും കൊക്കോയുടെയും കൂട്ടും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇങ്ങനെ എല്ലാം കൂടി യോജിപ്പിച്ച് വരുമ്പോൾ നല്ല തിക്കായിട്ട് നല്ല കട്ടിയുള്ളൊരു ബാറ്ററായി മാറും. ഇനി ഇതിലേക്ക് മുട്ടയുടെ വെള്ളയും കൂടി പതപ്പിച്ച് ചേർക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വരും. അപ്പോൾ 3 മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിക്കണം. ഒരു ബൗളിലേക്ക് എഗ് വൈറ്റ് ചേർക്കുന്നു. ആ 3 മുട്ടയുടെ മഞ്ഞ നമ്മൾ ഓൾറെഡി ചേർത്തു. അതേ മുട്ട 3 മുട്ടയുടെ വൈറ്റാണ്. ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നു. അപ്പോൾ കുറച്ചുകൂടി നല്ല പതഞ്ഞ് നല്ല ടെക്സ്ചർ ഹോൾഡ് ചെയ്യും. ഇങ്ങനെ റെഡിയാക്കി എടുത്ത ഈ എഗ് വൈറ്റും കൂടി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കേക്ക് ബാറ്ററിലേക്ക് യോജിപ്പിച്ച് ചേർക്കണം. അതായത് ഫോൾഡിൻ ചെയ്താൽ മതി. ഇങ്ങനെ ഫോൾഡിൻ ചെയ്ത് കഴിയുമ്പോൾ നോക്കിയേ, കേക്ക് ബാറ്റർ നല്ല ലൂസായിട്ട് കുറച്ചുകൂടി ലൂസ് ആൻഡ് ഫ്ലഫി ആയിട്ട് വരും. എഗ് വൈറ്റ് ബാറ്ററിലേക്ക് മിക്സ് ചെയ്യുന്ന ആ ഒരു ഭാഗം എൻ്റെ ഒരു അബദ്ധം കൊണ്ടാണ് അത് ആ സമയത്ത് ക്യാമറ ഓഫ് ആയിരുന്നു കേട്ടോ. സോറി ഫോർ ദാറ്റ്. അതുകൊണ്ടാണ് എനിക്കത് കാണിക്കാൻ പറ്റാത്തത്. ആ ഭാഗം ഷൂട്ട് ചെയ്തില്ല. വളരെ വിഷമമുണ്ട് എനിക്ക്. പക്ഷേ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി, കേക്ക് ബാറ്ററിലേക്ക് ആ എഗ് വൈറ്റ് നന്നായിട്ട് പതപ്പിച്ചതും കൂടി ഫോൾഡ് ഇൻ ചെയ്ത് പതയടങ്ങാണ്ട് അത്യാവശ്യം സൂക്ഷിച്ചിങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ലൂസായിട്ട് വരും, ലൂസ് ആൻഡ് ഫ്ലഫി ആകും.
ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ ചേർത്തായിരുന്നു, 1/2 കപ്പ് ചോക്ലേറ്റിൻ്റെ ചിപ്സും കൂടി ചേർത്തു. ചോക്ലേറ്റ് ചിപ്സ് ആകാം, അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത ചോക്ലേറ്റ്സ് ആയാലും മതി. പക്ഷേ അത് ഓപ്ഷണലാണ്, ഞാൻ അതും കൂടി ചേർത്തു എന്നേ ഉള്ളൂ. അതും കൂടി ചേർത്തിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ചോക്ലേറ്റ് പ്ലം കേക്ക് ആയതുകൊണ്ട് ഞാനൊരു എക്സ്ട്രാ ആയിട്ട് ചേർത്തതാണത്. ഈ ബാറ്റർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് മാറ്റുന്നു. കേക്ക് ടിന്ന് ഒരു സ്ക്വയർ ഷേപ്പിലെ കേക്ക് ടിന്നാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 8 ഇഞ്ച് പാനാണിത്. ഇത് ലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം വെണ്ണ തടവിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബട്ടർ പേപ്പർ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കേക്ക് ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെൻറ്റർ പോർഷൻ, അതിൻ്റെ നടുക്കുള്ള ഭാഗം കുറച്ച് മാവ് കുറച്ച് വരുന്ന രീതിയിൽ, ഒരു ചെറിയൊരു കുഴി പോലെ വരുന്ന രീതിയിൽ 4 ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യുക. സോ ദാറ്റ് ആ സെൻറ്റർ പോർഷൻ ഇച്ചിരി ഒന്ന് താഴ്ന്ന് ചെറിയൊരു ഡിപ്രഷൻ പോലെ ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് സ്വന്തമായിട്ട് സ്പ്രെഡായിട്ട് നല്ലൊരു ഈവൻ ഷേപ്പിൽ വരും, ലെവലായിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ നടുക്ക് ഭാഗം കുറച്ചൊന്ന് പൊങ്ങിയിരിക്കും. ഇങ്ങനെ ലെവൽ ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നടുക്ക് ഭാഗം ബാറ്റർ ഒഴിക്കുമ്പോൾ തന്നെ ഒന്ന് കുഴിച്ച് വയ്ക്കുക. ഇനി ഇതിൻ്റെ മുകളിലെ ടോപ്പിംഗ് ആണ്. ഇവിടെ ഇപ്പോൾ സ്ലൈസ്ഡ് ആൽമണ്ട്സ് അഥവാ ആൽമണ്ട് ഫ്ലേക്സ് എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടുമായിരുന്നു. നാട്ടിലും കിട്ടുന്ന കാര്യമാണ്. ഞാൻ അത് വെച്ചിട്ടാണ് ടോപ്പ് ചെയ്യുന്നത്. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ലാവിഷായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെയായിട്ട് ഗ്ലേസ്ഡ് ചെറീസ്, അതും ഇങ്ങനെ കിട്ടുന്നതാണ് പാക്കറ്റിൽ അല്ലെങ്കിൽ ടിന്നിൽ കിട്ടും. അവിടെയായിട്ട് ഗ്ലേസ്ഡ് ചെറീസും കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ബേക്ക് ചെയ്യുമ്പോൾ അത് കുറച്ചൊന്നുള്ളിലേക്ക് പോയിട്ട് അത് കറക്റ്റായിട്ട് ഉറഞ്ഞു കിട്ടും. ഇനി ബേക്കിംഗ് ടൈമായി. 160 ഡിഗ്രി ചൂടിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് ഇത് ഞാൻ മാറ്റുന്നത്. അത് കഴിഞ്ഞിട്ടൊരു 150നും 160നും ഇടയ്ക്കുള്ളൊരു ലോ മീഡിയം ഹീറ്റിൽ, ഒരുപാട് ചൂട് വേണ്ട, ചെറിയ ചൂടിൽ 45ഓ 50ഓ 1 മണിക്കൂറോ എത്ര സമയം വേണം അത്രയും സമയം കൊണ്ട് ബേക്ക് ചെയ്തെടുക്കുക. അപ്പം നോക്കി ചെയ്യുക, അതായത് അധികം ചൂടിൽ ബേക്ക് ചെയ്യരുത്, ലോ ഹീറ്റിൽ തന്നെ ബേക്ക് ചെയ്യണം, ടൈം എടുത്ത് ബേക്ക് ചെയ്യണം. പിന്നെ ലാസ്റ്റ് ഭാഗം വരുമ്പോൾ, മുകളിലും താഴെയും കോയിലുള്ളതാണെങ്കിൽ ആദ്യത്തെ കുറച്ച് നേരം താഴത്തെ കോയിൽ മാത്രം ഓൺ ചെയ്യുക, പിന്നെ ഒരു സെക്കൻഡ് ഹാഫിൽ മാത്രം മുകളിലത്തെ കോയിലും ഓൺ ചെയ്ത് കൊടുക്കുക. അത് കറക്റ്റ് പാകത്തിന് മേൽഭാഗം ലൈറ്റ് ഒരു ഗോൾഡൻ കളറാകണം. മുകളിലത്തെ ഫ്ലേക്സ് ഒക്കെ ചെറുതായിട്ട്, നമ്മൾ ഡെക്കറേഷന് വേണ്ടി ഇട്ട കാര്യങ്ങളൊക്കെ ചെറിയൊരു ഗോൾഡൻ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരു ഈർക്കിലോ കമ്പിയോ വെച്ച് കുത്തി നോക്കുക, ഉള്ളൊക്കെ വെന്തോന്ന് മനസ്സിലായാൽ ഓവനിൽ നിന്നും മാറ്റാം. ഇവിടുത്തെ ഓവൻ എന്ന് പറഞ്ഞാൽ മേളിലും താഴെയും കോയിലുള്ളതാണ്. ആദ്യത്തെ ഒരു 40 മിനിറ്റ്സോളം ഞാൻ താഴത്തെ കോയിൽ മാത്രമേ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ലാസ്റ്റ് 10-15 മിനിറ്റോളം എന്ന് പറയാം മേളത്തെ കോയിൽ മാത്രമായിട്ട് ഓൺ ചെയ്തു, താഴത്തെ കോയിൽ ഓഫ് ചെയ്തിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിരുന്നു. നോക്കിയേ, പാകത്തിനായിട്ടുണ്ട്. കേക്ക് ഈസ് ബേക്ക്ഡ് പ്രോപ്പർലി. അപ്പോൾ ഇതല്പം തണുത്ത് കഴിഞ്ഞിട്ടാണ് ഇത് ഡിമോൾഡ് ചെയ്യേണ്ടത്. ഇതിന് പ്രത്യേകിച്ച് അലങ്കാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ ഐസിങ് ഷുഗർ വെച്ച് ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്താൽ മതി. ഞാൻ പ്രത്യേകിച്ച് ഇത് അലങ്കരിക്കാനൊന്നും പ്ലാൻ ഇല്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ കാണാൻ എന്ത് ഭംഗിയാണ്. ടേസ്റ്റ് ആണെങ്കിൽ അതിലും ഗംഭീരമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കണം, ഇഷ്ടമാവും നിങ്ങൾക്ക്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് പ്ലം കേക്ക് കഴിച്ചുകൊണ്ട് തന്നെ അവസാനിപ്പിക്കട്ടെ. സോ യമ്മി. ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നമ്മളുടെ ചോക്ലേറ്റ് പ്ലം കേക്ക് എലൻ വ്ളോഗ്സിൻ്റെ ഉണ്ടാക്കാൻ പറ്റിയാൽ എനിക്ക് ഒരുപാട് സന്തോഷമാവും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. ഇത്രയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി വൈകുന്നേരം പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പ്ലാനുണ്ട്. ഇവിടെ ക്രിസ്മസ് മാർക്കറ്റും ക്രിസ്മസ് തീം ഒക്കെ ആയിട്ട് ഇവിടെയും സ്റ്റാർട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി കാണാൻ വിചാരിച്ചു. ഒരു ഷോപ്പിംഗ് മോളും അങ്ങനെ ചെറിയ കറക്കും. കുറച്ച് വെളിയിൽ നിന്നൊക്കെ ഒന്ന് അല്പം എന്തെങ്കിലും കഴിക്കും. ചിലപ്പോൾ ഡിന്നർ ആയിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളൊരു ഹൈ ടീ ആയിരിക്കും, എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കും. കുടുംബങ്ങൾക്കും പുറത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഔട്ടിങ് ഭയങ്കര സന്തോഷമാണ്. അനുകുട്ടിക്കാണെങ്കിലും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു വൈകുന്നേരം പോകുന്നതാണ് ഇപ്പോഴത്തെ ഒരു പതിവ്. അങ്ങനെ ഞങ്ങളുടെ യൂഷ്വൽ ഈവനിങ് കറക്കത്തിനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു.
ഇന്നത്തെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ വോഫി മോളാണ്. വോഫി മോൾ ഞങ്ങൾ താമസിക്കുന്നതിന് വളരെ അടുത്താണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഈജിപ്ഷ്യൻ തീമാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു പിരമിഡിൻ്റെ ഷേപ്പിലാണ്. എന്ത് രസം അറിയാമോ. ഒരു പ്രാവശ്യം ഞാനിവിടെ വന്നിരുന്നു. അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും വരണം തോന്നുന്ന ഒരു മോളാണ്. ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡിസൈനിങ്ങും ലൈറ്റിങ്ങും പാറ്റേണും ഒക്കെ ഒരു ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഐ ലവ് ദിസ് പ്ലേസ് ആക്ച്വലി. ഇതിനകത്ത് ഒരു ലെബനീസിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ലെബനീസ് എക്സ്ക്ലൂസീവ് ലെബനീസ് ഇൻഗ്രീഡിയൻസ് കിട്ടുന്ന ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് കം ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്. അതിനകത്ത് പോയി കാഴ്ചകൾ കാണണമെന്നും ഭക്ഷണം കഴിക്കണമെന്നും ഒക്കെ ഞങ്ങളൊരു പ്ലാൻ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നേരെ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. ദിസ് ഇസ് ദി വോഫി മോൾ. ഇതിനകത്താണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ക്രിസ്മസ് ഫീൽ എല്ലാ മോൾസിലും തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ. ഓ, ഇവിടെ ഒരു ക്രിസ്മസ് ഏരിയ തന്നെയുണ്ട്. എൻക്ലോഷ്. ഒരു ഫെസ്റ്റീവ് സർക്കസ്, റൈറ്റ് എ ലെറ്റർ ടു സാന്റ. ഒരു ക്രിസ്മസ് തീം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇതിനകത്ത്, കുട്ടികളെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ബ്യൂട്ടിഫുൾ. ഇത് ഇച്ചിരി എക്സ്പെൻസീവ് മോളാണ്, പക്ഷെ ഭയങ്കര ഭംഗി, റിച്ച് ആയിട്ടുള്ളൊരു ഫീലാണ് ഇതിനകത്ത് കയറുമ്പോൾ. നല്ല റിച്ച്നെസ്. കുട്ടികളുടെ ഡ്രസ്സ് നോക്കുനോ. അങ്ങനെ നമ്മുടെ വോഫി മോളിനകത്തൂടെ കറങ്ങി നടക്കുന്നു. കംപ്ലീറ്റ്ലി ഒരു ഈജിപ്ഷ്യൻ തീമാണ്. പിറമിഡിൻ്റെ ഷേപ്പിലാണ് ഈ മോളുള്ളത്. അത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാം, നടക്കുമ്പോൾ തന്നെ അറിയാം. പല പല ഏരിയാസിലെത്തുമ്പോൾ ക്രിസ്മസ്. അയ്യോ, സോ നൈസ്. മോനെ, കുഞ്ഞിന് അടിപൊളി. കുട്ടികളെ അട്രാക്ട് ചെയ്യാനുള്ള എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട്. ക്രിസ്മസ് തീം. എന്ത് നല്ല കാറ്റൊരു രക്ഷയില്ല. നൈസ് ബ്രീസ്. ഓ, ട്രാമ്പ് മെട്രോ. ഇതിവിടുത്തെ ഒരു ഹോട്ടൽ. വോഫി മോൾ ബ്യൂട്ടിഫുൾ ആണ്. എല്ലാം പിറമിഡ് ഈജിപ്ഷ്യൻ തീമാണ്. ഇവിടുത്തെ ആ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ചെറിയൊരു ബ്രഞ്ച് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. നൈസ് ബ്രീസ്. കുനാഫ. വിഷ്ണു അത് പറയൂ. ഇതെന്താ? അഗൈൻ ഡിഫറെന്റ്. എന്ത് ഫ്ലേവർ? ചീസ് കുനാഫ. ചീസ് അതെന്തോ ആണ് വ്യത്യാസമുണ്ടോ? ബക്ലാവാസ് വേറൊരു ഫ്ലേവർ. വെരി നൈസ്. ഓ, രക്ഷയില്ല. വോഫി മോൾ. ബെസ്റ്റ് ആണോ കഴിച്ചിട്ടുള്ളത്? ബെസ്റ്റ് കുനാഫ. ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ആൻഡ് ബക്ലാവാസ്. ഇവിടുത്തെ കുനാഫ. യെസ്. ലാമ്പിൻ്റെ ഒരു ഡിഷും വിത്ത് റൈസ്. നമ്മുടെ റൈസ് പോലെയൊക്കെ തോന്നും. യെസ്, ബെസ്റ്റ് ഡിഷ് എന്ന് പറഞ്ഞാൽ യെസ്. ഈ ഡിഷിൻ്റെ പേര് കിബ്. കിബ് വിത്ത് യോഗർട്ട്, മീറ്റ്, ലാമ്പ് മീറ്റ് വെച്ചിട്ട് ലബനീസ് ഒരു ഐറ്റമാണ് പറഞ്ഞാൽ വലിയ ഡെലിക്കസി ആയിട്ടാണ് പറയുന്നത്. പക്ഷെ നല്ലൊരു പുളിച്ച തൈരിൽ മീറ്റ് ഇട്ടിരിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്.
കേവ് മെഡിറ്റേഷൻ. സോൾട്ടിൻ്റെ പല ടൈപ്പ് ഓഫ് സോൾട്ട്, റോക്ക് അങ്ങനത്തെ റോക്സ് ഒക്കെ വെച്ചിട്ട് കാലുവേദന അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തത്. വീൽ ചെയർ ഉള്ളവർക്കും ബേബിക്കുള്ള മറ്റേ ട്രോളി ഇതിൽ പോകുന്ന കുട്ടികൾക്കും ഭയങ്കര രസമാണ്. ക്രിസ്മസ് തീം പ്ലീസ് ഫെസ്റ്റീവ് സർക്കസ് എന്നാണ് പറയുന്നത് ഈ ഒരു ഏരിയയിൽ. അതിനകത്തേക്ക് കാരണം നമുക്ക് ടിക്കറ്റ് ഉണ്ട് തോന്നുന്നു. ഇവിടെ കംപ്ലീറ്റ് ഒരു ക്രിസ്മസ് മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ്സ് ഉണ്ട്. സാന്റാ ഗ്രോട്ടോ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ എൻട്രൻസ് ആണ്. സം ഷോപ്പിംഗ് മാറ്റ്ലാൻഡ്. എല്ലായിടത്തും ഇപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്, സെയിൽ നടക്കല്ലേ, ഓഫ് ഓഫേഴ്സ്. കുറച്ച് ഷോപ്പിംഗ് കേട്ടോ, ഒരുപാടൊന്നുമില്ല. അങ്ങനെ രാത്രിയായി, ഞങ്ങളുടെ കറക്കമെല്ലാം കഴിഞ്ഞു. വോഫി മോളിനകത്ത് തന്നെയായിരുന്നു ഫുൾ ടൈം. അകത്തുനിന്ന് ഷോപ്പിംഗ്, ഭക്ഷണം, ചെറിയ ഷോപ്പിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഹാപ്പി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ രാത്രി കാഴ്ചകൾ, രാത്രി മാജിക്കൽ സിറ്റിയായ ഈ ദുബായ് നഗരത്തിലൂടെ ഈ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര. ഇതും ഒരു നല്ല വ്യത്യസ്തമായ അനുഭവമാണ്. അങ്ങനെ മറ്റൊരു മനോഹരമായ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.